സർവ്വധർമാക്കൾക്കും നമസ്കാരം. കർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വാക്ക്, ശരീരം, മനസ്സ് എന്നിവ കൊണ്ടുള്ള അധാർമിക കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ശരീരം, വാക്ക്, മനസ്സ് എന്നിവ കൊണ്ടുള്ള 10 വിധത്തിലുള്ള ധാർമ്മിക കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ശരീരം കൊണ്ടുള്ള ധാർമ്മിക പ്രവൃത്തികളാണ് ദാനം, പരിത്രാണം, പരിചരണം എന്നിവ. തികച്ചും തൻ്റേതായ വസ്തു മറ്റൊരാൾക്ക് പൂർണ്ണമായും നൽകുന്നതാണ് ദാനം. ഇത് മന്ത്രപൂർവകമായോ മന്ത്രപൂർവകമല്ലാതെയോ കൊടുക്കാം. ദാനം നൽകിക്കഴിഞ്ഞാൽ ദാനം നൽകിയതിൽ പിന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല. രണ്ടാമത്തേത് പരിത്രാണം. സ്വന്തം രക്ഷയ്ക്ക് കഴിവില്ലാത്തവരെ രക്ഷിക്കുക എന്നതാണ് പരിത്രാണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മരണത്തിൽ നിന്നോ മറ്റ് അപകടങ്ങളിൽ നിന്നോ ആകാം. എന്തായാലും ഒരാൾക്കൊരു അപകടത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിവില്ല എങ്കിൽ അവരെ രക്ഷിക്കുക എന്നത് പരിത്രാണം എന്ന ശാരീരിക ധാർമ്മിക കർമ്മമാണ്. മൂന്നാമത്തേത് പരിചരണം. മാതാപിതാക്കളെയും പിതൃതുല്യരെയും ഗുരുജനങ്ങളെയും ശുശ്രൂഷിക്കുക എന്നതാണ് പരിചരണം എന്ന ശാരീരിക ധാർമ്മിക കർമ്മം. ഇനി വാക്കുകൊണ്ടുള്ള ധാർമ്മിക കർമ്മങ്ങളാണ്. അത് 4 എണ്ണമാണ്. 1 സത്യം, 2 ഹിതം, 3 പ്രിയം, 4 സ്വാധ്യായം. സത്യമെന്നാൽ എന്താണോ ഉള്ളത്, എങ്ങനെയാണോ ഉള്ളത് അത് അപ്രകാരം തന്നെ പറയുക എന്നതാണ് വാചികമായ സത്യം. രണ്ടാമത്തേത് ഹിതം. തൽക്കാലം അപ്രീതി ഉളവാക്കുന്നതായാൽ പോലും ഭാവിയിൽ ഗുണം വരുത്തുന്ന കാര്യം പറയുന്നതാണ് ഹിതം. ഇന്ന് ഹിതം പറയുന്നവരൊക്കെ കുറവാണ്. കേൾക്കുന്ന ആൾക്ക് സന്തോഷദായകമായത് പറയലാണ് പ്രിയം. ഇന്നെല്ലാവർക്കും പ്രിയം എന്നത് പറയാനും അത് കേൾക്കാനുമാണ് ഇഷ്ടം. 4മത്തേത് സ്വാധ്യായം. അവനവൻ്റെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കുക, അത് പഠിപ്പിക്കുക, പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രതികരിക്കുക എന്നുള്ളതാണ് സ്വാധ്യായം എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കുക. വേദോ നിത്യമധീയതാം എന്ന് സാധനാ പഞ്ചകത്തിൽ ശങ്കരാചാര്യസ്വാമികൾ പറയും. വേദം നിത്യവും അഭ്യസിക്കേണ്ടതാണ്. സ്വാധ്യായാൻ മാ പ്രമദഃ. സ്വാധ്യായം ചെയ്യുന്നതിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കരുത്, പിന്നോട്ട് പോകരുത്. ഉറച്ച ശ്രദ്ധയോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പഠനം, വഴിക്ക് വെച്ച് ഉപേക്ഷിക്കാതെയുള്ള പഠനം, സ്വയം അധ്യായം ചെയ്യുക. അതിനുവേണ്ടി ദിവസവും 1 മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക. അടുത്തത് മനസ്സുകൊണ്ടുള്ള ധാർമ്മിക കർമ്മങ്ങളാണ്. 3 തരത്തിലാണുള്ളത്. 1 ദയ, 2 അസ്പൃഹ, 3 ശ്രദ്ധ. ആദ്യത്തേതാണ് ദയ. ദയ എന്നാൽ അന്യരുടെ ദുഃഖമില്ലാതാക്കാനുള്ള ഇച്ഛയാണ് ദയ. രണ്ടാമത്തേത് അസ്പൃഹ. അമിതമായ ആഗ്രഹത്തെ ഉപേക്ഷിക്കലാണ് അസ്പൃഹ. 3മത്തേത് ശ്രദ്ധ. ഇത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ വാക്യങ്ങളിലുള്ള ഉറച്ച വിശ്വാസമാണ് ശ്രദ്ധ. മനസ്സുകൊണ്ടുള്ള 3 ധാർമ്മിക പ്രവർത്തികൾ: 1 ദയ, 2 അസ്പൃഹ, 3 ശ്രദ്ധ. ഇവിടെ 10 വിധത്തിലുള്ള അധാർമിക കർമ്മങ്ങളെക്കുറിച്ചും 10 വിധത്തിലുള്ള ധാർമ്മിക കർമ്മങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇതെല്ലാം തന്നെ കാരണരൂപമായ പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയ ആണ്. ഇവിടെ അധാർമിക കർമ്മങ്ങൾ മുഖേന ഓരോരുത്തരും അധർമ്മത്തെ അല്ലെങ്കിൽ പാപത്തെ ആർജിക്കും. അതുപോലെ
ധാർമ്മിക കർമ്മങ്ങൾ മുഖേന ധർമ്മത്തെ അല്ലെങ്കിൽ പുണ്യത്തെ ആർജിക്കും. ഇപ്രകാരം വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ചെയ്യുന്ന ധാർമ്മിക പ്രവൃത്തികൾ, അതായത് പുണ്യത്തെ ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ, അത് പുണ്യകർമ്മങ്ങൾ. അതുപോലെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ പാപമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് പാപകർമ്മങ്ങൾ. പുണ്യകർമ്മങ്ങൾ ഇഹലോകത്തിലും പരലോകത്തിലും സുഖത്തിന് കാരണമാകും. പാപകർമ്മങ്ങൾ ദുഃഖത്തിന് കാരണമാകും. നേരത്തെ പറഞ്ഞു, യോഗികൾ അല്ലെങ്കിൽ സാഖ്യന്മാരുടെ അഭിപ്രായത്തിൽ 3 തരത്തിലാണ് കർമ്മങ്ങൾ: പാപകർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ, മിശ്രകർമ്മങ്ങൾ എന്ന്. മിശ്രകർമ്മം എന്നാൽ പാപപുണ്യ മിശ്രകർമ്മങ്ങൾ രണ്ടും ചെയ്യുന്നതാണ്. പാപകർമ്മങ്ങളും ചെയ്യും, മിശ്രകർമ്മങ്ങളും ചെയ്യും. അപ്പോൾ അവിടെ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതമായിരിക്കും ഉണ്ടാകുക. അതുതന്നെയാണ് ഭൂലോക ജീവിതത്തിന് കാരണമാകുന്നത്. സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതം, മിശ്രകർമ്മങ്ങൾ. 18 പുരാണങ്ങൾ കൊണ്ട് ശ്രീ വേദവ്യാസൻ സിദ്ധാന്തിക്കുന്ന തത്വങ്ങൾ അന്യർക്ക് ഉപകാരപ്രദമായുള്ള കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങളെന്നും ഹിംസാജനകമായുള്ള കർമ്മങ്ങൾ പാപകർമ്മങ്ങളും എന്നാണ്. സകല പുരാണങ്ങളും സ്മൃതികളുമൊക്കെ സിദ്ധാന്തിക്കുന്ന തത്വവും ഇതുതന്നെയാണ്. 18 പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാരഃ പുണ്യായ പാപായ പരപീഡനം. ഇപ്രകാരം വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ പുണ്യത്തെയോ പാപത്തെയോ ഉണ്ടാക്കുന്ന കർമ്മങ്ങളാണ് കാരണരൂപമായ കർമ്മങ്ങളെന്ന് പറഞ്ഞു. ഈ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്നവയാണ് പുണ്യപാപരൂപമായ ധർമാധർമ്മങ്ങൾ. കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്നവയായതിനാൽ ഇതിനെ കാര്യരൂപമായ കർമ്മം എന്ന് പറയും. ഇനി നമ്മുടെ ശാസ്ത്രങ്ങൾ കർമ്മങ്ങളെ സാധാരണമായിട്ട് 4 വിധത്തിൽ വിഭജിക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. 1 നിത്യകർമ്മം, 2 നൈമിത്തിക കർമ്മം, 3 കാമ്യകർമ്മം, 4 പ്രതിഷിദ്ധ കർമ്മം അല്ലെങ്കിൽ നിഷിദ്ധ കർമ്മം അല്ലെങ്കിൽ വികർമ്മം. നിത്യകർമ്മങ്ങൾ എന്നാൽ പ്രതിദിവസം ഒരാൾ ചെയ്തേ തീരൂ എന്നുള്ള കർമ്മങ്ങളാണ് നിത്യകർമ്മങ്ങൾ. നിത്യവും അനിഷ്ഠേയമായിട്ടുള്ള കർമ്മങ്ങൾ. നിത്യകർമ്മങ്ങളെ തന്നെ 2 ഭാഗങ്ങളായി നമുക്ക് തിരിക്കാം. 1 അവനവനെ സംബന്ധിച്ചവയും പിന്നെ മറ്റുള്ളവരെ സംബന്ധിച്ചവയും എന്ന്. ഒരാളുടെ സ്ഥൂല ശരീരത്തെയും പ്രാണശക്തിയെയും ഇന്ദ്രിയങ്ങളെയും വികാരപരമായും വിചാരപരമായും വർത്തിക്കുന്ന അന്ധകരണത്തെയും പരിശുദ്ധമായും പരസ്പര യോജിപ്പോടും കൂടി ആരോഗ്യത്തോടെ സൂക്ഷിച്ചു കൊള്ളുന്നതിന് ഉതകുന്നതായിട്ടുള്ള പ്രതിദിനം ചെയ്യേണ്ടതായ കർമ്മങ്ങളാണ് നിത്യകർമ്മങ്ങൾ. ശ്രദ്ധയോടെ കേൾക്കൂ ഒന്നുകൂടി. ഒരാൾ അയാളുടെ സ്ഥൂല ശരീരത്തെയും പ്രാണശക്തിയെയും ഇന്ദ്രിയങ്ങളെയും അന്ധകരണത്തെയും പരിശുദ്ധമായും പരസ്പര യോജിപ്പോടും ആരോഗ്യത്തോടും കൂടി സൂക്ഷിച്ചു കൊള്ളുന്നതിന് ഉതകുന്നതിന് വേണ്ടിയുള്ള പ്രതിദിനം നിത്യവും ദിവസം തോറും ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളാണ് നിത്യകർമ്മങ്ങൾ. പരിശുദ്ധമായിട്ടുള്ള ആഹാര സാധനങ്ങൾ മാത്രം ഭക്ഷിക്കുക, ശുദ്ധവും ദോഷം ചെയ്യാത്തതുമായ പാനീയങ്ങൾ മാത്രം ഉപയോഗിക്കുക, ശുദ്ധമായി ശ്വസിക്കുക, ശരിയായ വ്യായാമം മൂലം നമ്മുടെ സ്ഥൂല ശരീരത്തെ ആരോഗ്യവും ദൃഢതയുമുള്ളതായി സൂക്ഷിക്കുക, വികാരപരമായും വിചാരപരമായുമുള്ള അന്ധകരണത്തെ അഹിംസാപരവും പ്രേമസമ്പൂർണവുമായ വികാരങ്ങളെക്കൊണ്ടും വിചാരങ്ങളെക്കൊണ്ടും ശുദ്ധീകരിക്കുക. ഇവയെല്ലാം തന്നെ അവനവനെ സംബന്ധിച്ചിട്ടുള്ള നിത്യകർമ്മങ്ങളിൽ പെടുന്നതാണ്. ഇനി
മറ്റുള്ളവരെ സംബന്ധിച്ച കർമ്മങ്ങൾ, അതാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് മുൻപ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഋഷിമാരെ ഉദ്ദേശിച്ചുള്ള കർമ്മങ്ങൾ, ദേവന്മാരെ ഉദ്ദേശിച്ചുള്ള കർമ്മങ്ങൾ, പിതൃക്കളെ ഉദ്ദേശിച്ചുള്ള കർമ്മങ്ങൾ, മനുഷ്യരെ ഉദ്ദേശിച്ചിട്ടുള്ള കർമ്മങ്ങൾ, പിന്നെ മറ്റു ജീവികളെ ഉദ്ദേശിച്ചിട്ടുള്ള കർമ്മങ്ങൾ. ഇവ 5ഉം മുൻപ് നമ്മൾ പഠിച്ചതാണ്. ഋഷിയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം, ഭൂതയജ്ഞം എന്ന പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതൊക്കെ നിത്യ കർമ്മങ്ങളാണ്. അതിൽ നമ്മെ സംബന്ധിക്കുന്നവയും നമ്മളാൽ ചെയ്യപ്പെടുന്ന കർമ്മമാണ്, പക്ഷേ അത് മറ്റുള്ളവരെ സംബന്ധിക്കുന്നതും ആണ്. രണ്ടാമത്തേത് നൈമിത്തിക കർമ്മം. എന്താണ് നൈമിത്തിക കർമ്മം? നിമിത്തമാത്രമായിട്ട് ചെയ്യപ്പെടേണ്ടുന്ന കർമ്മം നൈമിത്തിക കർമ്മം. അത് പ്രത്യേക കാരണങ്ങളാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ട് വരുന്ന കർമ്മങ്ങളാണ്. അവയാണ് നൈമിത്തിക കർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇപ്പോൾ നാം ഓരോരുത്തർക്കും സാമൂഹികമായും സാമുദായികമായും രാഷ്ട്രീയമായും അതുപോലെ ജോലി സംബന്ധമായുമൊക്കെ പല നിബന്ധനകളിലൂടെ നമ്മൾ ചെയ്യപ്പെടേണ്ടുന്ന കർമ്മങ്ങൾ, നമ്മിൽ ചുമത്തപ്പെട്ട കർമ്മങ്ങൾ, അത് ഓരോ കാലങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള പല ജോലികൾ, അത് നാം ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവയൊക്കെ തന്നെ നൈമിത്തിക കർമ്മങ്ങളിൽ ഉൾപ്പെടും. ഒരു വിദ്യാർത്ഥിയുടെ നൈമിത്തിക കർമ്മം എന്നത് വിദ്യാർത്ഥിക്ക് പഠിക്കുക എന്നതാണ്. ഭരണാധിപന്മാരുടെ നൈമിത്തിക കർമ്മം എന്നത് രാഷ്ട്രത്തെ ഭരിക്കുക എന്നതാണ്. ഒരു ന്യായാധിപൻ്റെ നൈമിത്തിക കർമ്മം എന്നത് ശരിയായി ന്യായം നടത്തുക എന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളാണ് നൈമിത്തിക കർമ്മങ്ങൾ. ഇനി ഈ 2 കർമ്മങ്ങളെയും ചേർത്ത്, അതായത് നിത്യകർമ്മത്തെയും നൈമിത്തിക കർമ്മത്തെയും ചേർത്ത് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, നിയതകർമ്മങ്ങൾ. നിത്യകർമ്മങ്ങളെയും നൈമിത്തിക കർമ്മങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് നിയത കർമ്മങ്ങൾ. ഈ നിയത കർമ്മങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യപ്പെടേണ്ടതാണ്. അതവരുടെ കർത്തവ്യമാണ്. പക്ഷേ ഈ കർത്തവ്യങ്ങളിൽ കാലദേശ വ്യക്തിക്കനുസരിച്ച് ഇതിന് മാറ്റം വരാം. ഒരാൾക്ക് ഒരു ദേശത്ത് ഒരു സമയത്ത് അനുഷ്ഠിക്കേണ്ടതായിരിക്കില്ല മറ്റൊരാൾക്ക് മറ്റൊരു ദേശത്ത് മറ്റൊരു സമയത്ത് അനുഷ്ഠേയമായി വരിക. ഉദാഹരണത്തിന്, ഒരു വ്യക്തി ഭാരതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള നിത്യ നൈമിത്തിക കർമ്മങ്ങളായിരിക്കില്ല അദ്ദേഹം അമേരിക്കയിൽ താമസിക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ട് വരിക. ആ ദേശത്തിനനുസരിച്ച് ഈ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ അല്ലെങ്കിൽ നിയതകർമ്മങ്ങൾ മാറ്റം വരാം. അതുപോലെ തന്നെയാണ് കാലം. ഒരാൾ തന്നെ രാവിലെ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മമായിരിക്കില്ല വൈകുന്നേരമാകുമ്പോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് ചെയ്യേണ്ടതായിട്ടുള്ള നിയത കർമ്മങ്ങളായിരിക്കില്ല ചൂട് കാലത്ത് ചെയ്യേണ്ടതായിട്ടുള്ള നിയത കർമ്മങ്ങൾ. അതുപോലെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളായിരിക്കില്ല വീട്ടിൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ. ഒരു പൂജാരിയെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ വേറെയാണ്, അദ്ദേഹം തന്നെ വീട്ടിൽ വരുമ്പോൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ വേറെയാണ്. പക്ഷേ എന്നാൽ ഇത് രണ്ടും തന്നെ അദ്ദേഹത്തിൻ്റെ നിത്യ നൈമിത്തിക കർമ്മങ്ങളിൽ ഉൾപ്പെടുന്നവയുമാണ്. അതായത് വ്യക്തി ദേശ കാലത്തിനനുസരിച്ച് കർമ്മങ്ങൾക്ക് മാറ്റം വരുന്നു, അനുഷ്ഠേയത്തിന് മാറ്റം വരുന്നു. അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ, നിത്യ നൈമിത്തിക കർമ്മങ്ങൾ മാറ്റം വരുന്നു. ബാഹ്യമായി കാണുന്ന പോലെയല്ല കർമ്മം. അതിൻ്റെ ഗതി ഗഹനമാണ് അർജുന, ഗഹന കർമ്മണോ ഗതി. കർമ്മരഹസ്യം മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്ന് അർജുനന് പറയുന്ന അതേ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ആ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറഞ്ഞത് കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ് അർജുന എന്ന്. അത് കർമ്മണഃ അപി ബോദ്ധവ്യം.
കർമ്മത്തിൻ്റെ ഗതി, കർമ്മരഹസ്യം മനസ്സിലാക്കേണ്ടതാണ്. വികർമ്മണഃ ച ബോദ്ധവ്യം, വികർമ്മത്തിൻ്റെയും രഹസ്യം അല്ലെങ്കിൽ തത്വം അറിയപ്പെടേണ്ടതാണ്. അകർമ്മണഃ ച ബോദ്ധവ്യം, അകർമ്മത്തിൻ്റെയും തത്വം അറിയപ്പെടേണ്ടതാണ്. എന്നിട്ടാണ് പറഞ്ഞത് കർമ്മത്തിൻ്റെ ഗതി അതീവ ദുഷ്കരമാണ് എന്ന്, അത് മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്ന്. അപ്പോൾ ഇവിടെ കൃഷ്ണൻ പറഞ്ഞത് 3 കാര്യമാണ്. ഇതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. കർമ്മം, വികർമ്മം, അകർമ്മം. എന്താണ് കർമ്മം? ചെയ്യപ്പെടേണ്ടത് എന്താണോ അത് കർമ്മം. ചെയ്യപ്പെടേണ്ട കർത്തവ്യം അല്ലെങ്കിൽ കാര്യമാണ് കർമ്മം. വികർമ്മം എന്നാൽ എന്താണ്? എന്താണോ ചെയ്യരുതാത്തത് അത് വികർമ്മം. ഇനി അകർമ്മം എന്നാൽ ചെയ്യാതിരിക്കൽ, ചെയ്യായിക. ഇതുകൂടി ചേർത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കണം. ഇത് 3ൻ്റെയും തത്വം മനസ്സിലാക്കിയാലേ കർമ്മ രഹസ്യം നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ഈ ചെയ്യരുതാത്ത കർമ്മം വികർമ്മം എന്ന് പറഞ്ഞു. അതുതന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ശാസ്ത്രത്തിൽ 4 കർമ്മ വിഭാഗമുണ്ട് എന്ന് പറഞ്ഞതിൽ ഒന്നായിട്ടുള്ള നിഷിദ്ധ കർമ്മം അല്ലെങ്കിൽ പ്രതിഷിദ്ധ കർമ്മം. ചെയ്യാൻ പാടില്ലാത്തത്. നിഷിദ്ധ കർമ്മങ്ങൾ തന്നെ 2 തരത്തിൽ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മെ സംബന്ധിച്ചവയും അന്യരെ സംബന്ധിച്ചവയും. ഇങ്ങനെ 2 തരത്തിൽ നമുക്ക് പറയാം. നമ്മുടെ സ്ഥൂല ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും മലിനപ്പെടുത്തി ദുഷിപ്പിക്കുന്നവയായ സകല കർമ്മങ്ങളും നിഷിദ്ധ കർമ്മങ്ങളാണ്. അത് വികർമ്മങ്ങളാണ് അല്ലെങ്കിൽ പ്രതിഷിദ്ധ കർമ്മങ്ങളാണ്. ഇത് നമ്മെ സംബന്ധിക്കുന്നവയാണ്. പഞ്ചമഹായജ്ഞങ്ങൾ ഋഷിമാരെ ഉദ്ദേശിച്ചും ദേവന്മാരെ ഉദ്ദേശിച്ചും പിതൃക്കളെ ഉദ്ദേശിച്ചും മനുഷ്യരെ ഉദ്ദേശിച്ചും പക്ഷിമൃഗാദികളെ ഉദ്ദേശിച്ചും നാം ആചരിക്കേണ്ടതായിട്ടുള്ള യജ്ഞങ്ങൾ. ആ കർമ്മത്തിന് വിരോധമായിട്ടുള്ള സകല കർമ്മങ്ങളും അന്യരെ ഉദ്ദേശിച്ചിട്ടുള്ള നിഷിദ്ധ കർമ്മങ്ങളിൽ പെടും. അതുപോലെ ഒരാളുടെ നിത്യ നൈമിത്തിക കർമ്മങ്ങൾക്ക്, അതായത് നിയതകർമ്മങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നതും ആ കർമ്മത്തിന് തടസ്സം വരുത്തുന്നതും നിഷിദ്ധ കർമ്മങ്ങളാണ്. അത് ചെയ്യാൻ പാടില്ല. ഇനി ഇപ്പോൾ നമ്മൾ 3 കർമ്മ വിഭജനങ്ങൾ പഠിച്ചു. അതായത് 1 നിത്യകർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ, 3 നിഷിദ്ധ കർമ്മങ്ങൾ. 4മത്തേതാണ് കാമ്യകർമ്മങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം സാധാരണ കർമ്മങ്ങളെന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. സാധാരണയായി കാണപ്പെടുന്നത് കാമ്യകർമ്മങ്ങളാണ്. അതിനാലാണ് അങ്ങനൊരു പദം ഉപയോഗിച്ചത്. മനുഷ്യർ ഓരോരുത്തരും ഈ ലോകത്തിൽ പല പല സുഖസാധനങ്ങളെയുമാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പരക്കം പായുകയാണ്. സുഖസാധനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മരണാനന്തരവും പരലോകത്തിലും വിവിധ സുഖസാധനങ്ങളെയും ഇഷ്ടപ്പെടുന്നു. അതിനുവേണ്ടി യാഗങ്ങൾ അനുഷ്ഠിക്കുന്നു. ഇങ്ങനെ ഇഹലോകത്തിലും പരലോകത്തിലും സുഖഭോഗങ്ങൾക്കായിട്ട്, അത് ലഭിക്കാൻ വേണ്ടിയിട്ട് വൈദികമായും താന്ത്രികമായും പലവിധം കർമ്മങ്ങളെ വേദങ്ങളും സ്മൃതികളും താന്ത്രിക ഗ്രന്ഥങ്ങളുമൊക്കെ വിധിക്കുന്നുണ്ട്. ഈ കർമ്മങ്ങളെയാണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. കാമന പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യപ്പെടുന്ന കർമ്മം, അത് കാമ്യകർമ്മം. ഇങ്ങനെയുള്ള കാമ്യകർമ്മങ്ങളൊക്കെ ഒഴിവാക്കി യോഗസ്ഥനായി കർമ്മം ചെയ്യൂ എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ധാർമ്മികമായിട്ടുള്ള ശുഭകർമ്മങ്ങൾ അത് ചെയ്യുക, അതും ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യുക. അർജുന, നിനക്ക് നിൻ്റേതായിട്ടുള്ള നിത്യ നൈമിത്തിക കർമ്മങ്ങളുണ്ട്, അതായത് നിയതകർമ്മങ്ങൾ. ആ നിയതകർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണ് നിനക്ക് അധികാരം അല്ലെങ്കിൽ അർഹത. ആ നിയതകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ആ നിയതകർമ്മങ്ങളിലൂടെ ലഭിക്കുന്ന ഫലത്തെക്കുറിച്ച് നീ ആസക്തനാകുകയും ചെയ്യരുത്.
ശരിയായി വിചാരം ചെയ്ത് നിയതകർമ്മത്തിലാണ് തനിക്ക് അധികാരമെന്നും ഫലത്തിലില്ലെന്നും ബോധിച്ച് ഫലചിന്ത വെടിഞ്ഞ് കർമ്മം ചെയ്യൂ അർജുന. ചിത്തസമാധാനത്തോടെ വിഷയങ്ങളാലും കർമ്മഫലങ്ങളാലും ബാധിക്കപ്പെടാതെ കർമ്മം അനുഷ്ഠിക്കൂ. കർമ്മത്തിൽ അധികാരിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കർമ്മം ചെയ്യാതിരിക്കാനാവില്ല. കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിലൂടെ സംസ്കാരമുണ്ടാകുകയും വാസന ഉണ്ടാകുകയും അതിലൂടെ വീണ്ടും വീണ്ടും കർമ്മം ചെയ്യുകയും ചെയ്യും എന്ന ആ ഒരു ബന്ധനമില്ലാതിരിക്കാൻ ഉള്ള ഒരേ ഒരു മാർഗം കർമ്മയോഗിയായി തീരൂ എന്നതാണ്. എങ്ങനെ കർമ്മം ചെയ്യുമ്പോഴാണ് സാധാരണ കർമ്മം കർമ്മയോഗമായി തീരുന്നത്? അതിനാണ് ഭഗവാൻ പറഞ്ഞത്, സംഘം തക്ത്വാ, സംഘത്തെ ഉപേക്ഷിച്ചിട്ട്. അതായത് കർമ്മസംഘം അല്ലെങ്കിൽ കർമ്മഫല സംഘം എന്നൊക്കെ നമുക്കിവിടെ സംഘശബ്ദത്തിന് അർത്ഥം പറയാം. ഇത് ഞാൻ ചെയ്യുന്ന കർമ്മം, ഇതിൻ്റെ ഫലം എനിക്ക് മാത്രം എന്നിപ്രകാരമുള്ള ആ സംഘങ്ങളെ, കർമ്മസംഘങ്ങളെ ശരിക്കും ഭാവന ചെയ്ത് ആ കർമ്മസംഘത്തെ അപ്രസക്തമാക്കൂ അല്ലെങ്കിൽ അതിക്രമിക്കൂ എന്നാണ് ഭഗവാന്റെ ഉപദേശം. സംഘം ഉപേക്ഷിച്ച് കർമ്മം ചെയ്യുമ്പോഴാണ് ആ കർമ്മം കർമ്മയോഗമായി തീരുന്നത്. വാസ്തവത്തിൽ നാം ചെയ്യുന്ന കർമ്മമല്ല നമ്മെ ബന്ധിക്കുന്നത്, ആ കർമ്മത്തിലുള്ള മമത്വ സംഘമാണ് എന്ന് നാം സദാ ഓർമ്മിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ സംഘം ഉപേക്ഷിച്ച് കർമ്മം ചെയ്യൂ എന്ന് പറയുന്നത്. കേവലം ഈശ്വരാർത്ഥമായിട്ട് കർമ്മം ചെയ്യൂ. അവിടെ പോലും ശ്രീമദ് ആചാര്യ ഭഗവത് പാദങ്ങൾ പറയുന്നത്, ഈശ്വരാർത്ഥം കർമ്മം ചെയ്യുന്നെങ്കിലും ഈ കർമ്മം കൊണ്ട് ഈശ്വരൻ എന്നിൽ സന്തോഷിക്കട്ടെ എന്നുള്ള മമത്വ സംഘം പോലും നമ്മളിൽ ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. മറ്റു വിഷയങ്ങളെയൊന്നും ഫലമായി ഇച്ഛിക്കുന്നില്ല ഭഗവാനെ, എന്നിൽ പ്രസാദിക്കണമേ എന്നുള്ള മമത്വം മാത്രമേയുള്ളൂ എങ്കിൽ പോലും അതും ബന്ധകാരിയാണ്. കർമ്മയോഗം എന്ന് പറയുമ്പോൾ അതിനും ഉപരിയാവണം. കർമ്മഫലം നല്ലതോ ചീത്തയോ എന്തുമായിക്കൊള്ളട്ടെ, നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിത്യ നൈമിത്തിക കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യൂ. അങ്ങനെ ചെയ്താൽ ഒരിക്കലും കർമ്മബന്ധനം ഉണ്ടാകില്ല. മനസ്സിലുള്ള അല്ലെങ്കിൽ ചിത്തത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വാസനാമാലിന്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു പോകും. അതോടുകൂടി ചിത്തം ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ചിത്തശുദ്ധി നേടും.